ഇന്നത്തെ കാലഘട്ടത്തിൽ ആണുങ്ങളും പെണ്ണുങ്ങളും പഠിക്കേണ്ട ഒരു ചരിത്രമാണ് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ചരിത്രം വായിച്ചു നോക്ക്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ പോലൊന്നും ആയിരുന്നില്ല. വല്ലാത്ത ലജ്ജയായിരുന്നു ഉസ്മാൻ തങ്ങൾക്ക്. ലജ്ജ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു ലജ്ജയല്ല, ഒരു അതിര് കടന്നിട്ടുള്ള ഒരു ലജ്ജ, വല്ലാത്ത ലജ്ജ. അത് മനസ്സിലാക്കണമെങ്കിൽ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം നിങ്ങൾ വായിച്ചു നോക്ക്. ഇസ്ലാമിലേക്ക് നാലാമനായിട്ട് കടന്നു വന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ച് മുസാഫഹത്ത് ചെയ്യുകയാണ്. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എന്ന ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ച കൈയുണ്ടല്ലോ, മരിക്കുന്ന കാലം വരെ 82ാമത്തെ വയസ്സിലാണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഷഹീദാകുന്നത്. ആ ഉസ്മാൻ തങ്ങളും മരിക്കുന്ന കാലം വരെ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ തൊട്ട കൈയുണ്ടല്ലോ, ആ കൈ കൊണ്ട് തന്റെ ഗുഹ്യഭാഗത്ത് തൊട്ടതില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ പിടിച്ച കൈയുണ്ടല്ലോ, ആ കൈ കൊണ്ട് തന്റെ ഭാര്യയുടെയല്ല, തന്റെ നാട്ടുകാരുടെയല്ല, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു സ്വന്തം ഗുഹ്യഭാഗമുണ്ടല്ലോ, സ്വന്തം ഗുഹ്യഭാഗത്ത് മരിക്കുന്ന കാലം വരെ സ്വന്തം കൈ കൊണ്ട് തൊട്ടിട്ടില്ല. കാരണം അത്രയ്ക്കും ലജ്ജയായിരുന്നു, അവിടുന്ന് ഇഷ്ടപ്പെട്ടിരുന്നില്ല, അങ്ങനെ ചെയ്യുന്നത് അവിടുന്ന് ഇഷ്ടമായിരുന്നില്ല, വല്ലാത്ത ലജ്ജയായിരുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് അതറിയണമെങ്കിൽ, ഉസ്മാൻ തങ്ങളുടെ ലജ്ജ എന്താണെന്ന് അറിയണമെങ്കിൽ, ആരായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു തരികയാ. ഒരു ദിവസം അല്ലാഹുവിന്റെ പ്രവാചകൻ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ്. ആയിഷ ബീവി തന്റെ ഭാര്യയാണല്ലോ, ഭാര്യയുടെ മടിത്തട്ടിൽ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് തലവെച്ചുകൊണ്ട് കിടക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനെ ധരിച്ചിരുന്ന കമീസ് ഉണ്ടല്ലോ, ആ കമീസ് അല്പം ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങിയിരിക്കുകയാ, ഔറത്ത് വെളിവായിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ ഭാര്യയും മാത്രമേ ഉള്ളൂ. രണ്ടുപേരും കൂടെ വീടിന്റെ ബെഡ്റൂമിന്റെ അകത്ത് ഇങ്ങനെ കിടക്കുമ്പോ വീടിന്റെ വാതിലിൽ സലാം കേൾക്കുകയാണ്. ആരാണ് സലാം പറയുന്നത്? മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു വാതിലിൽ വന്ന് നിന്നുകൊണ്ട് സലാം പറയുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനകത്തേക്ക് കടന്നു വരാൻ അനുവാദം കൊടുത്തു. അബൂബക്കർ തങ്ങളുടെ വീടിനകത്ത് കയറി വന്നപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അതുപോലെ കിടക്കുകയാണ്. തന്റെ കമീസ് പോലും നേരെയിട്ടില്ല. എങ്ങനെയാണോ കടന്നത് അതുപോലെ തന്നെ കിടക്കുകയാ. അബൂബക്കർ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിരുന്ന് സംസാരിച്ചു. കുറേ സമയം കഴിഞ്ഞ് സലാം പറഞ്ഞ് പിരിഞ്ഞു പോയി. കുറച്ച് സമയം കഴിയുമ്പോ രണ്ടാമതും വാതിലിന്റെ മുന്നിൽ ശബ്ദം കേൾക്കുകയാണ്. മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകനെ കയറി വരാനുള്ള അനുവാദം കൊടുക്കുകയാണ്. എങ്ങനെയാണോ കടന്നത് അതുപോലെ തന്നെ, എങ്ങനെയാണോ പ്രവാചകന് കിടന്നത്, ആ കമീസ് പോലും നേരെ ഇടാതെ പ്രവാചകൻ അങ്ങനെ തന്നെ കിടക്കുകയാണ്. തങ്ങളെ ചാരത്ത് വന്നിരുന്ന് സംസാരിച്ചു സലാം പറഞ്ഞു പിരിഞ്ഞു. പക്ഷേ മൂന്നാമതായിട്ട് വാതിലിൽ ശബ്ദം കേൾക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ വീടിന്റെ വാതിലിൽ സലാം കേൾക്കുകയാ. ആരാ കടന്നു വരുന്നത്? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു വീടിന്റെ വാതിലിൽ വന്ന് നിന്ന് സലാം പറയുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് എഴുന്നേൽക്കുകയാണ്. റസൂലുള്ളാഹി തന്റെ വസ്ത്രം നേരെ ഇടുകയാണ്. ഉസ്മാൻ തങ്ങളുടെ വീടിനകത്ത് കടന്നു വന്നു. അടുത്തിരുന്ന് സംസാരിച്ചു സലാം പറഞ്ഞ് പിരിച്ചു പോകുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടുന്ന് ചോദിക്കുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ,
എന്റെ വാപ്പ വന്നപ്പോ നിങ്ങൾ എഴുന്നേറ്റില്ലല്ലോ, നിങ്ങളുടെ വസ്ത്രം നേരെയിട്ടില്ലല്ലോ, നിങ്ങൾ കിടന്നതുപോലെ കിടന്നല്ലോ, നിങ്ങൾ വന്നപ്പോഴും അങ്ങനെ തന്നെ കിടന്നല്ലോ. എന്തുകൊണ്ടാണ് ഉസ്മാൻ കിടന്നു വന്നപ്പോ നിങ്ങളുടെ വസ്ത്രം നേരെയിട്ടത്? അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ മറുപടി, ആയിഷ, ഉസ്മാനിന് വല്ലാത്ത ലജ്ജയാ ആയിഷ. ഉസ്മാനത് ഇഷ്ടപ്പെടില്ലല്ലോ, ഉസ്മാനിന്റെ മുന്നിൽ എങ്ങനെ കിടക്കരുതല്ലോ, അതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റതെന്ന് പ്രവാചകൻ പോലും പറയുമ്പോ അല്ലാഹുവിന്റെ റസൂൽ പോലും പറഞ്ഞു, ആയിഷ, ഉസ്മാനിന് വല്ലാത്ത ലജ്ജയാ. പഠിക്കണം ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിലൊന്ന് തൊട്ട കൈകൊണ്ട് മരിക്കുന്ന കാലം വരെ സ്വന്തം മുഖ്യഭാഗത്ത് പോലും ആ കൈകൊണ്ട് തൊടാത്ത സഹാബിയാ. ഈ സഹാബിയെ കണ്ടിട്ടാണ് മലക്കുകൾ പോലും അവിടെ അത്ഭുതപ്പെട്ടു പോയത്. അല്ലാഹുവിന്റെ മലക്കുകളെ ലജ്ജിച്ച് തലതാഴ്ത്തിയ സഹാബിയാണ് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു എന്ന ചരിത്രം പറയുമ്പോ ആ സ്വഹാബിയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒന്നാമത്തെ വലിയ ഗുണം എന്താണ്? അവിടുന്ന് ലജ്ജയുണ്ടായിരുന്നു, അവിടുന്ന് ലജ്ജയുണ്ടായിരുന്നു. എങ്കിലും വയത് കേൾക്കാൻ വെള്ളിയാഴ്ച രാവിലെ കടന്നു വന്ന മുസ്ലിമേ, ആ ലജ്ജ നമുക്കില്ലാതെ പോയല്ലോ. ആണിനും പെണ്ണിനും പ്രായമുള്ളവനും പ്രായമില്ലാത്തവനും ഇന്ന് നമുക്ക് ലജ്ജയില്ലല്ലോ. അങ്ങനെ ഒരു സ്വഭാവം നമുക്കില്ലല്ലോ. ആണാകട്ടെ പെണ്ണാകട്ടെ, ഇന്നത്തെ മുസ്ലിമിനില്ലാതെ പോയതും ലജ്ജയാ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിലൊന്ന് പിടിച്ച് മുസാഫഹത്ത് ചെയ്തത് കാരണം മരിക്കുന്ന കാലം വരെ സ്വന്തം ഗുഹ്യഭാഗത്ത് പോലും തൊട്ടിട്ടില്ല. അത്രയ്ക്കും ലജ്ജയായിരുന്നു ആ സഹാബിക്ക്. നമുക്കോ സഹോദര, നമുക്കുള്ള ആർക്കാ ലജ്ജയുള്ളത്? ഇപ്പൊ ഇത്രയും ആണുങ്ങൾ വയത് കേൾക്കാൻ ഇരിക്കണ നമ്മുടെ ലജ്ജയെ കുറിച്ച് ഞാൻ പറഞ്ഞു തരാം. ഇന്ന് ഇത്രയും പേര് വയത് കേൾക്കാൻ വന്നിരിക്കുന്നു. ഈ വയത് കഴിഞ്ഞിട്ട് തിരിച്ചു പോകുക. ഇവിടെ നിന്ന് വയത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ വയത് കേൾക്കാൻ വന്ന പല വാപ്പമാരും തിരിച്ചു പോണേ എങ്ങനെയാണെന്നറിയോ? ഇവിടെ ഇരുന്ന് പടച്ചവനെ ഇരുന്ന് നല്ലപോലെ ദുആയൊക്കെ ചെയ്ത് തൗബയൊക്കെ ചെയ്തിട്ട് ഇവിടുന്ന് പിരിഞ്ഞു പോകും. ഈ പള്ളിയുടെ മുന്നിൽ നിന്നിറങ്ങി അങ്ങോട്ട് പോകാൻ തുടങ്ങി കഴിഞ്ഞാൽ ഈ വയത് കേൾക്കാൻ വന്ന പല വാപ്പമാരും ഉടുത്തിരിക്കണം മുണ്ടങ്ങോട്ട് പൊക്കിയിട്ടൊരു ഉടുത്തല, ഒരൊറ്റ ഉടുപ്പ. ഈ ഉടുത്തിരിക്കണം മുണ്ടങ്ങോട്ട് മടക്കി അങ്ങോട്ട് ഉടുത്തു. അകത്ത് കിടക്കുന്നത് വെളിയിൽ കാണണം. അകത്ത് കിടക്കുന്നതിന്റെ കമ്പനി ഉണ്ടല്ലോ, ഷഡ്ഡി, അത് വെളിയിൽ കാണണം. വാപ്പ ഇങ്ങനെ തുടയിൽ അടിച്ചുകൊണ്ടാ പോകണത്. ഈ വാപ്പയ്ക്ക് അറിയത്തില്ലേ മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്താണെന്ന് അറിയാത്ത മനുഷ്യനായത്? എടാ, ഈ വയലിൽ കേൾക്കാൻ വന്ന ആണും പെണ്ണും ഇറച്ചിക്കടയിൽ പോത്തിന്റെ കാല് തൂക്കിയിട്ടിരിക്കണ പോലെ വാപ്പ പരസ്യമായിട്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ട് നടക്കും റോഡിൽ കൂടെ. അല്ലാഹു ഹിദായത്ത് കൊടുക്കുമാറാകട്ടെ. ഉള്ളത് പറയുമ്പോ ആമീൻ പറയത്തില്ല, അല്ലാഹ് ഈമാൻ കൊടുക്കുമാറാകട്ടെ. നിങ്ങളുടെ കാര്യം ഞാൻ പറയുന്നില്ല. ഇപ്പം ഫർദയുണ്ട്, എല്ലാം ഉണ്ട്. വയത് കഴിഞ്ഞ് പോകുമ്പോ ഇങ്ങനെ ഊരി ഇങ്ങനെ കറക്കും, ഇങ്ങനെ കറക്കിക്കൊണ്ട് ചിലത് ഫർദ തോളിലിട്ടോണ്ടാ പോണത്. ചൂട് അൽഹംദുലില്ലാ, വയത് കെട്ടിട്ട് പോവാ. ചെറുപ്പക്കാര് ചിരിക്കൊന്നും വേണ്ട, നീ പിന്നെ തൊട കീറിയിട്ടിരിക്ക, കീറിയ പാൻറ് ഇട്ടോണ്ടായിരിക്കണം, നിനക്കെന്ത്? നമ്മുടെ ഇന്നത്തെ അവസ്ഥയാ ഞാൻ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്നത്തെ ചെറുപ്പക്കാരുടെ അവസ്ഥ നോക്കിക്കേ. കീറിയ പാൻറ്റും. അല്ലാഹു അവന്റെ ദാരിദ്ര്യം മാറ്റി കൊടുക്കുമാറാകട്ടെ. ആമീൻ പറ. എനിക്കറിവുള്ള ഞങ്ങൾ കണ്ടിട്ടുണ്ട്, പണ്ട് കടത്തിണ്ടെങ്കിലും റോഡ് സൈഡിലും പിച്ചക്കാരെന്നൊന്നും പറയരുത്, പാപങ്ങൾ കീറിയ വസ്ത്രമൊക്കെ ഇട്ട് ഫക്കീറന്മാരെ പോലെ പിരിക്കാൻ പോകുമ്പോ കീറിയിട്ടാ പോണേ. ഇല്ലടാ, ഒരു വീട്ടിൽ പിരിക്കാൻ പോകുന്നവനും യാചിക്കാൻ പോകുന്നവനും നല്ല വസ്ത്രം ഇട്ടുകൊണ്ട് പോയാൽ കിട്ടൂല. അവനെന്താ കീറിയിട്ടാ പോണേ? ഇന്നത്തെ ചെറുപ്പക്കാരെങ്ങനെ കീറിയ പാൻറ് വിട്ടുകൊണ്ട്. അല്ലാഹുവേ, പടച്ചോൻ എന്താ അവസ്ഥയെന്നറിയോ? അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്റെയൊക്കെ നാണം അറിയണമെങ്കിൽ പള്ളിയിൽ വരണം. പള്ളി വന്നിട്ട് നിസ്കരിക്കാൻ വരും. സുജൂദി പോകുമ്പോഴും അത്തഹിയാത്തിൽ ഇരിക്കുമ്പോഴേ ഇവന്റെ നാണം ഉടുപ്പ് പിടിച്ച് ഇങ്ങനെ താക്കുക. കാരണം വെളി പുറകെ നിൽക്കുന്നവൻ സീ കണ്ടുകൊണ്ടിരിക്കുക. അവനെ നാണം കാണാൻ. ചിരിക്കല്, ഞാൻ ഉള്ളതാ പറയണേ, ചിരിക്കാൻ പറഞ്ഞല്ല. ഓരോ ചെറുപ്പക്കാരുടെയും കമ്പനി അറിയണമെങ്കിൽ പള്ളിയിൽ സുജൂദിൽ നിന്ന് എഴുന്നേറ്റിട്ട് അത്തഹിയാത്തിൽ ഇരിക്കുമ്പോൾ അവന്റെ കുട്ടി ഉടുപ്പ് ഇങ്ങനെ താഴ്ത്തുകയാ, കാണാതിരിക്കാൻ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇതൊക്കെ പോകട്ടെ. ഇനി നിങ്ങൾ ആരും ഔറത്ത് മറയ്ക്കാതെ നടക്കുന്നവരല്ല. എല്ലാവരും മുണ്ട് താഴ്ത്തിയിട്ട് നടക്കുന്നവരും കീറിയ പാൻറിടാത്തവരും ഇട്ടിരിക്കണ ഫർദ ഊരാത്തവരുമാണ്. ഞാൻ സമ്മതിച്ചു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. റോഡിൽ ഇറങ്ങുമ്പോ, കല്യാണത്തിന് പോകുമ്പോ, പുറത്തിറങ്ങുമ്പോ എല്ലാവരും ഔറത്ത് മറക്കില്ല എന്ന് ഞാൻ പറയണില്ല. പക്ഷെ നിങ്ങളുടെ വീടിനകത്ത് നിങ്ങളിൽ ആരാ ഔറത്ത് മറയ്ക്കുക?
എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളെ വീടിന്റെ അകത്ത് താമസിക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ഉപ്പയോടും ഉമ്മയോടും ഞാൻ ചോദിക്കട്ടെ, 15 വയസ്സുള്ള പ്രായപൂർത്തിയായ മകള് നിന്റെ വീട്ടിലുണ്ടാകുമ്പോ ആ വീടിന്റെ അകത്ത് സ്വന്തം സഹോദരന് 18ഉം 20ഉം വയസ്സുള്ളവൻ നിക്കറിട്ടുകൊണ്ട് നടക്കും സ്വന്തം പെങ്ങളുടെ മുന്നിലൂടെ. തന്റെ പ്രിയപ്പെട്ട സഹോദരിയുടെ മുന്നിലൂടെ തന്റെ മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള ഭാഗം ഔറത്താണെന്നറിയുന്ന ചെറുപ്പക്കാരൻ അത് തുറന്നിട്ടുകൊണ്ട് നടക്കും. ഈ ഇരിക്കണ ഫർദ ധരിച്ച പെണ്ണുങ്ങൾ കൂടപ്പറപ്പിന്റെ മുന്നിൽ പോകുമ്പോ നൈറ്റ് ഡ്രസ് പോലും തോറ്റുപോകുന്ന രീതിയിൽ ഒരു ബനിയനും എടുത്തിട്ട് ഒരു തലേ തുണി പോലും ഇടാതെ നിങ്ങളുടെ സഹോദരന്റെ മുന്നിൽ പോയി നിങ്ങൾ ഇരിക്കാറുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഉസ്താദെ അവര് കൂടപ്പറപ്പല്ലേ, എന്താ കൂടപ്പറപ്പിനെ കാണാൻ പറ്റുമോ? അതാ ചോദ്യം. നിന്റെ ആരുടെയെങ്കിലും കൂടപ്പറപ്പുകൾക്ക് നിന്റെ ഔറത്ത് കാണിക്കാൻ പറ്റുമോ? എന്തേ അത് തെറ്റല്ലേ? ഓയെ ചെറുപ്പക്കാരൻ, നിന്റെ ഔറത്ത് നാട്ടുകാർക്കല്ലട, നിന്റെ പെങ്ങൾക്ക് കാണാൻ പറ്റുമോ? നീ എന്തുകൊണ്ട് ഇസ്ലാമിന്റെ ദീനിനെ കുറിച്ച് പഠിക്കുന്നില്ല? ഇസ്ലാമിന്റെ നിയമങ്ങളെ കുറിച്ച് നീ പഠിക്കുന്നില്ല? കൂടപ്പറപ്പിനെ കാണാൻ പറ്റുമോ? കൂടപ്പറപ്പ് പോകട്ടെ, ഉമ്മയുടെ ഔറത്ത് മകന് കാണാൻ പറ്റുമോ? എന്താ നിന്റെ ദീൻ പഠിപ്പിക്കുന്ന നിയമം? ഒരു ഉമ്മയുടെ ഔറത്ത് തന്റെ മകന് കാണാൻ പാടുണ്ടോ? ഒരു വാപ്പയുടെ ഔറത്ത് തന്റെ മകൾക്ക് കാണാൻ പാടുണ്ടോ? മാതാപിതാക്കളുടെ ഔറത്ത് കാണാൻ പാടുണ്ടോ? അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്ക്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാണ്, പ്രായപൂർത്തിയാകാത്ത മക്കളുണ്ടല്ലോ, 7 വയസ്സുള്ളവനോട് നിസ്കരിക്കാൻ കൽപ്പിക്കണമെന്ന് ഇസ്ലാമിന്റെ നിയമം പറയുമ്പോ ആ 7 വയസ്സിന്റെ താഴെ പ്രായമുള്ള ചെറിയ മക്കളുണ്ടല്ലോ, ആ മക്കള് മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ അനുവാദം ചോദിക്കണമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനാ പറയുന്നത്. പ്രായപൂർത്തിയാകാത്ത മക്കളുണ്ടല്ലോ, 6 വയസ്സുള്ള 7 വയസ്സുള്ള അല്ലെങ്കിൽ 10 വയസ്സുള്ള മക്കളാകട്ടെ, അപ്പയുടെയും ഉമ്മയുടെയും റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ ലൈസൻസ് ഇല്ലാതെ കയറല്ലേ, എപ്പോഴും ഓടി കയറല്ലേ. 3 സമയങ്ങളിൽ വാതിലിൽ ചെന്ന് നിന്ന് അനുവാദം ചോദിക്കണം. ഉമ്മാനാ കയറി വരട്ടെ, പാപ്പാ റൂമിനകത്ത് കിടക്കട്ടെ എന്ന് അനുവാദം ചോദിക്കാതെ റൂമിന്റെ അകത്ത് കയറരുതെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു. പ്രായപൂർത്തിയാകാത്ത കൊച്ചുകുട്ടികൾ ഉമ്മയുടെയും വാപ്പയുടെയും ബെഡ്റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ ചോദിക്കണം. 3 സമയങ്ങൾ: 1 സുബഹിക്ക് മുമ്പുള്ള സമയം, വെളുപ്പാങ്കാലം; 2 ഉച്ച കഴിഞ്ഞ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കുന്ന സമയം; 3 രാത്രിയിൽ. ഈ 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ മക്കൾ ചോദിക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നിങ്ങൾ വിചാരിക്കുക, എന്തേ ഉസ്താദേ ഈ സമയത്ത് ചോദിക്കേണ്ട കാര്യം എന്താ? പെട്ടെന്ന് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം. ഉസ്താദന്മാര് ക്ഷമിക്കണം. നമ്മളൊക്കെ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഒരു മുണ്ടെടുത്തിട്ട് ഉറങ്ങും അല്ലേ? നമ്മൾ രാത്രി കിടക്കുമ്പോ നല്ലതുപോലെ ഉടുത്ത് മുറുക്കങ്ങട്ട് ഉടുത്തിട്ട് ഞാനും നിങ്ങളും കിടക്കാം. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ ആദ്യം തിരയണത് ഈ മുണ്ട് എവിടാന്നല്ലേ? രാവിലെ ആമിന എന്റെ മുണ്ട് എന്താ കട്ടിലിനടി കിടക്കണ മനുഷ്യ എടുത്ത് ഉടുത്ത്. അല്ലാഹു അലം. അപ്പൊ നിങ്ങൾ ചിന്തിക്ക്, ഒരു 4 മണിക്ക് അല്ലെങ്കിൽ 4:30, 5 മണിക്ക് നീ നല്ലതുപോലെ ഉറങ്ങുന്ന സമയം നിന്റെ മകനെങ്ങാണം റൂമിന്റെ അകത്ത് കയറി വന്ന ഗോപ കടപ്പുറത്ത് സായിപ്പ് കിടക്കണമല്ല വാപ്പ കിടക്കണ. ആലോചിക്ക, നീ കിടക്കണ രംഗം ഞാൻ പറയൂല, ഉസ്താദന്മാരിയ്ക്കുന്നതാ, നീ ആലോചിച്ചാ മതി. അപ്പൊ ചിന്തിക്കേണ്ടത്, ഉമ്മയുടെയും വാപ്പയുടെയും ഔറത്ത് തുറന്നു കിടക്കുകയാ. ഇതാരോടാ പറയണേ? ഞാൻ ഇതാരോടാ പറയണേ? പടച്ചവനെ ഉടുതുണി പോലും ഇല്ലാതെ കുളിമുറിക്കകത്ത് നിന്ന് കുളിക്കുന്ന താത്താനോടാ ഇത് പറയണേ. കൊച്ചുകുട്ടികളല്ലേ ഉള്ളു, വാതിലും പൊട്ടിട്ട് വാമനെ കുളിക്കാടാ, 2 മകളാ. സ്വന്തം മക്കള് ചെറിയ കുട്ടിയല്ലേ, ആ കുട്ടിയെയും വിളിച്ചിട്ട് നഗ്നയായി നിന്ന് കുടിക്കുന്ന വാപ്പാനോട് ഉമ്മാനോട് ഞാനിത് പറയണത്. അല്ലാഹു കാക്കുമാറാകട്ടെ. നിങ്ങൾ ചിന്തിക്ക്, ഒരു ചെറിയ കുട്ടിയല്ല, 50 വയസ്സുള്ള നിനക്ക് നിന്റെ വാപ്പയുടെ ഔറത്ത് കണ്ട എന്തെങ്കിലും തോന്നൂ? എന്റെ ഉമ്മയുടെ ഔറത്ത് കണ്ട എനിക്ക് ഒരു മക്കൾക്കും തോന്നത്തില്ല. മാതാപിതാക്കളുടെ ഔറത്ത് കണ്ടാലും പ്രായപൂർത്തിയായവനൊന്നും തോന്നാറില്ല, പിന്നല്ലേ പ്രായപൂർത്തിയാകാത്തവൻ. എന്നിട്ടും അല്ലാഹു പറഞ്ഞു, ആ കൊച്ചു മക്കള് പോലും കാണണ്ട, ഉമ്മയുടേതാണെങ്കിലും വാപ്പയുടേതാണെങ്കിലും. ഉമ്മയുടെ ഔറത്താണെങ്കിലും വാപ്പയുടെ ഔറത്താണെങ്കിലും നമ്മുടെ മക്കള് കാണാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇവിടുന്ന് പഠിപ്പിക്കുമ്പോ
എന്റെ പ്രിയപ്പെട്ടവരെ, വീടിനകത്തുകൂടെ പ്രായപൂർത്തിയായ 11 വയസ്സുള്ള 12 വയസ്സുള്ള മകളുടെ മുന്നിലൂടെ 15-കാരൻ 18-കാരൻ പടച്ചവനെ പെറുമ്പൂടയും ഇട്ടുകൊണ്ട് തന്റെ ഔറത്ത് വെളിയിൽ കാണിച്ചുകൊണ്ട് നടക്കുമ്പോ അവന്റെ പെടലിക്കൊന്നു കൊടുത്തിട്ടടാ, ഇവിടെ പ്രായപൂർത്തിയായ പെണ്ണുങ്ങളുണ്ടടാ, നിന്റെ ഉമ്മ ഇവിടെ ഉണ്ട്, നിന്റെ ഔറത്ത് പ്രദർശിപ്പിക്കാനുള്ള സ്ഥലമല്ല ഇത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം മകന്റെ തെറ്റ് തിരുത്തി കൊടുക്കാൻ കഴിയാത്ത ഉപ്പാ, നീ കഴിവുള്ളവരല്ലേ, നിന്റെ പൊന്നുമകളുടെ ശരീരം കാണുന്നവളല്ലേ, വെളിയിലിറങ്ങിയാൽ ഫർദയും ധരിച്ച് നടക്കുന്ന നിന്റെ പൊന്നുമോള് വീടിന്റെ അകത്തുറപ്പേ കൊണ്ട് മാരടം പുറത്ത് കാണുന്ന വസ്ത്രം ധരിച്ചുകൊണ്ട് കൂടപ്പുറപ്പിന്റെ മടിയിൽ കയറിയിരിക്കുമ്പോ ഇത് തെറ്റാണെന്ന് പറഞ്ഞു കൊടുക്കാറ്. ഇങ്ങനെ മേലാ നീ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് വരരുത്, അത് കടച്ചിട്ട് റൂമിന്റെ അകത്ത് കിടന്നുറങ്ങുന്ന സമയത്ത് ധരിച്ചു കൊള്ളണം എന്ന് സ്വന്തം മക്കളോട് പറഞ്ഞു കൊടുക്കാൻ മടി കാണിക്കുന്ന പെണ്ണ്, ലജ്ജ നിന്റെ ജീവിതത്തിൽ വേണം മോളെ, ഒത്തിരി നാണവും മാനവും വേണം ചെറുപ്പക്കാരാ. എന്റെ പ്രിയപ്പെട്ടവരോട് പറഞ്ഞു തരുന്ന ലജ്ജയില്ലാത്ത ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് പറയുമ്പോ നിങ്ങൾ പറയും ഉസ്താദേ, നിങ്ങൾ എത്ര വാഴ പറഞ്ഞാലും നിങ്ങൾ ഫാഷൻ മുടക്കാത്തവരാ, ഇതൊക്കെ മോഡലാ, നിങ്ങൾ പഴഞ്ചനാ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എത്ര വാഴ കേട്ടിട്ടും ജീവിതത്തിൽ മാറ്റം വരുത്താത്ത എന്റെ യുവത്വത്തിനോട് നിങ്ങള് ഏത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാ പൊന്നുമോള്, എങ്ങനെ വേണമെങ്കിലും നിനക്ക് ജീവിക്കാ, ഇവിടെ എല്ലാത്തിനും നിനക്ക് സ്വാതന്ത്ര്യമുണ്ടല്ലോ. നമ്മുടെ രാജ്യത്ത് എന്തിനും സ്വാതന്ത്ര്യമുണ്ട്. ഇനി നീ ഒന്നുമില്ലാതെ റോഡിൽ കൂടെ നടന്നാലും കേസില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കണ്ടില്ലേ എടാ, ഇപ്പൊ ആലോചിച്ച് നോക്കിയേ, സമ്മതത്തോടു കൂടി ഒരുത്തനുമായി ശാരീരികമായി ബന്ധപ്പെട്ട കേസ് തന്നെ ഇല്ല. അതാ വല്ലവൻ പിടിക്കാൻ പോയ ഓന്റെ കാര്യം തീരുമാനമായി. എന്ത് നല്ല രാജ്യം! ഇതാണ് നമ്മുടെ രാജ്യത്തിന്റെ അവസ്ഥ. ഒന്നും എന്നെ ചിന്തിക്കുക. അൽഹംദുലില്ലാ, ഇപ്പൊ എല്ലാം വെടികെട്ടിയതുപോലെ ഇരിക്കുക. പാലിച്ചുവയ്ക്ക് ഞാൻ ചിന്തിക്കുന്നത്, നാണവും മാനവും ഇല്ലാതെ പോയപ്പോ നമുക്ക് ബസ്സിലൊക്കെ സഞ്ചരിക്കാൻ പറ്റുന്നു. ബസ്സിലൊക്കെ കയറി കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ട് ബസ്സിന്റെ ഏറ്റവും പുറകിലുള്ള സീറ്റ് അത് ചിലർക്ക് വേണ്ടി ബുക്ക് ചെയ്തിട്ടിരിക്കുക, തിരിഞ്ഞു നോക്കാൻ പാടില്ല അങ്ങോട്ട്. അതവസ്ഥ. റോഡിലിറങ്ങാൻ പറ്റുമോ? റോഡിലിറങ്ങാൻ പറ്റുമോ? പടച്ചവനെ, ഭർത്താവും ഭാര്യയും കൂടെ ലവേഴ്സ് കടകൾ പോകുന്ന കെട്ടിപ്പിടിച്ചിട്ട ബൈക്കിൽ കൂടെ പോകുന്ന നട റോഡിൽ കൂടെ, വീടില്ല, റൂമില്ല. സുബ്ഹാനല്ലാഹ്. ബീച്ചുകളിൽ പോകാൻ പറ്റുന്നുണ്ടോ? പാർക്കുകളിൽ പോകാൻ പറ്റുന്നുണ്ടോ? ഒരു മരത്തിന്റെ ചുവട് കിട്ടിയാൽ മതി, അപ്പോഴിരുന്ന് നിൽക്കുന്നതുമായി തുടങ്ങാം. അതിൽ നടക്കാൻ തന്നെ പറ്റണില്ല. വല്ല റൂം എടുത്തിട്ട് പോയി ചെയ്താത്തമാരെ. അതാ ഞാൻ പറയാറ്, ഇവിടെ ഉമ്മത്തിന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. ലജ്ജ എന്ന് പറയുന്നത് നാണവും മാനവുമില്ലല്ലോ. നിങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് കേട്ടിട്ടുണ്ട്, ഖിയാമത്ത് നാൾ അടുത്തു വരുമ്പോ റോഡിൽ കിടന്ന് വ്യഭിചരിക്കുമത്രേ, വഴിയിൽ കിടന്ന് വ്യഭിചരിക്കും. അള്ളാനെ പേടിയുള്ളവരെ പറയും അത്രേ, ഒന്നും മാറിക്കിടന്നൂടെ. ഞാനൊക്കെ ഹദീസ് പഠിക്കുമ്പോൾ അത്ഭുതപ്പെട്ടിട്ടുണ്ട്, ഇതൊക്കെ നടക്കണ കാര്യമാണോ അള്ളാ? ഇപ്പോഴാ മനസ്സിലാവണത് അത് നടക്കൂന്ന് ഇപ്പൊ ഉറപ്പാ. കാരണം ബസ്സിനകത്ത് പോലും റോഡിലൂടെ പോലും അല്ലാഹുവേ കയ്യും കാലും, പണ്ടൊക്കെ ഭർത്താവിന് തന്റെ ഭാര്യയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പരസ്യമായി നടക്കാൻ നാണമായിരുന്നു. നാട്ടുകാരുടെ മുന്നിലാണെങ്കിലും ഭാര്യയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കില്ല, കാരണം നാട്ടുകാരെന്ന് വിചാരിക്കും, ഒരു നാണമുണ്ടായിരുന്നു. ഇന്ന് കണ്ടവന്റെ ഭാര്യയെ കൂടെ കൊണ്ട് നടക്കുന്നു, ഒരു നാണവുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, എന്ത് വസ്ത്രം വേണമെങ്കിൽ നിങ്ങൾ ചിന്തിക്ക്. എന്റെ പ്രിയപ്പെട്ടവരെ, ഉമ്മത്ത് അങ്ങനെ ആയി പോയല്ലോ. നാണവും മാനവും ഇല്ലാത്ത അവസ്ഥയിലേക്ക് തരം താഴ്ന്നു പോയല്ലോ. എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾക്ക് ഏത് വസ്ത്രം വേണമെങ്കിലും ധരിക്കാം, എങ്ങനെ വേണമെങ്കിലും നടക്കാം, എന്തെല്ലാം തോന്നിവാസങ്ങൾ വേണമെങ്കിലും കാണിക്കാം. എങ്കിൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരു കരുണ കാണിക്കണേ പൊന്നുമോളെ. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് ഒരേ ഒരു അപേക്ഷയേ ഉള്ളൂ. എന്താണ് നിങ്ങളോട് ചോദിക്കുന്നതെന്നറിയുമോ? നീ എന്ത് വൃത്തികേട് വേണമെങ്കിലും കാണിച്ചോ, ഏതെല്ലാം മോശമായ രീതിയിൽ വേണമെങ്കിലും നീ നടന്നോ, പക്ഷേ ഒരു ഉപകാരം ചെയ്യണം. ആ ഫർദ എന്ന് പറയുന്ന പുണ്യമായ വസ്ത്രമുണ്ടല്ലോ, ആ ഫർദ ഇട്ടുകൊണ്ട് ഈ പണിക്ക് നീ പോകല്ലേ. കാരണം നീ ധരിച്ചിരുന്ന ഫർദയുണ്ടല്ലോ, ഈ വൃത്തികേടുകൾ കാണിക്കുന്ന മറയാക്കാൻ വേണ്ടി ധരിക്കുന്ന ഈ ഫർദയുണ്ടല്ലോ, അതിനൊരു മഹത്വമുണ്ട് പെങ്ങള്, അതിനൊരു സ്ഥാനമുണ്ട് പെങ്ങള്, അതിലൊരു പാരമ്പര്യമുണ്ട് പെങ്ങള്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ മഹ്ദി ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ ധരിച്ച ഫർദയാ, ആയിഷ ബീബി ധരിച്ച ഫർദയാ, ഫാത്തിമ ബീബി
ബീബി ധരിച്ച പർദയാ. ഒരുപാട് മുൻഗാമികളായ മഹദിമാര് ധരിച്ചവനെ ആ പർദയ്ക്കൊരു വിലയുണ്ട് പെങ്ങള്. അതിനെ നിസ്സാരമായി കാണരുത്, അതിനെ നീ അവഹേളിക്കരുത്, അതിനെ നീ മോശമായ രീതിയിൽ പ്രവർത്തിക്കാൻ ഉപയോഗിക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു സിറാജ് ഉസ്താദ്, നിങ്ങൾ എത്ര തൊണ്ടപൊട്ടി വാഴ്ന്നു പറഞ്ഞാൽ ഞാൻ എന്റെ കോലം മാറൂല, ഞാൻ എന്റെ ഭാഷം മാറ്റൂല, എനിക്ക് തോന്നുന്നത് പോലെ ജീവിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്ന യുവത്വത്തിനോട് എങ്ങനെ വേണമെങ്കിലും നടന്നോ. നിനക്ക് ജയ് വിളിക്കാനും നിനക്ക് കൂട്ടുനിൽക്കാനും നിന്നെ സപ്പോർട്ട് ചെയ്യുവാൻ ആളുണ്ട്, ചെറുപ്പക്കാരാ ആളുണ്ടടാ പെങ്ങള്. നിന്റെ കൂടെ നിൽക്കാൻ ഒരുപാട് പേരുണ്ട്. പക്ഷേ എങ്ങനെ വേണമെങ്കിലും നീ നടന്നോ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് നീ ഓർത്തു വെച്ചോ. മടക്കി കുത്തി വഴുതുകടിഞ്ഞിട്ട് വിടന്ന് പിരിഞ്ഞു പോകുമ്പോ ഉസ്താദ് പറഞ്ഞെങ്കിൽ അല്പം കൂടെ മുകളിലേക്ക് കാണിക്കുന്ന രീതിയിൽ മടക്കി കുത്തി പോകുന്ന വാപ്പയോട്, ഔറത്ത് തുറന്നിട്ട് കൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരോട്, എന്റെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാരോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരേ ഒരായത്ത് ഞാൻ പറഞ്ഞു തരാ. എന്തു മറന്നാലും ഇത് മറക്കല്ലേ, എന്തു മറന്നാലും ഇത് മറക്കല്ലേ. ഇത് അല്ലാഹുവിന്റെ ഭീഷണിയാ, ഇത് അല്ലാഹുവിന്റെ ഓർമ്മപ്പെടുത്തലാ. വന്തകൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ എവിടെന്ന് പറയുകയാ. വന്തകൂ യൗമന തുർജഊന ഫീഹി ഇലല്ലാഹ്. എവിടെ പോയാലും എങ്ങനെ നടന്നാലും എങ്ങനെ സുഖിച്ചാലും എന്തെല്ലാം ചെയ്തുകൊണ്ട് നടന്നാലും അവസാനം നീ തിരിച്ച് എന്റെ അടുക്കൽ തന്നെ വരേണ്ടവനാ. അല്ലാഹു എന്നോട് പറയുകയാ, സിറാജേ എങ്ങനെ വേണമെങ്കിലും നടന്നോടാ, നിനക്ക് തോന്നുന്നത് പോലെ അടിച്ചു പൊളിച്ച് നടന്നോ, പക്ഷേ അവസാനം നീ എന്റെ മുന്നിൽ തന്നെ തിരിച്ചു വരേണ്ടവരാ. അത് തന്നെയാ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. എങ്ങനെ വേണമെങ്കിലും നടന്നോ, പക്ഷേ അവസാനം ആ റബ്ബിന്റെ മുന്നിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥ നിനക്ക് വരാനുണ്ട്. അങ്ങനെ ഒരു ദിവസം നിനക്ക് വരാനുണ്ട്. അതുകൊണ്ട് ഉമ്മയോട് ഉപ്പയോട് പറയുകയാണ്, ഔറത്ത് മറച്ചുകൊണ്ട് നടക്കൂ ബാപ്പാ. നീ സ്വന്തം നശിച്ചോ, എന്തിനാ നാട്ടുകാരെ കൂടെ നശിപ്പിക്കുന്നത്? നീ ഇങ്ങനെ വസ്ത്രം ധരിച്ച് നിന്റെ ഔറത്ത് നാട്ടുകാരെ കാണിച്ചുകൊണ്ട് നടക്കരുത്. അതൊരു പാപമാണല്ലോ, അതൊരു പാപമാണല്ലോ. അതുകൊണ്ട് മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഒരു ഗുണമെന്തായിരുന്നെന്നറിയോ? വല്ലാത്ത ലജ്ജയുണ്ടായിരുന്ന സ്വഹാബിയാ, വല്ലാത്ത ലജ്ജയായിരുന്നു എന്ന് അവിടുന്ന് ചരിത്രം പഠിപ്പിക്കുകയാ. വല്ലാത്ത ലജ്ജയുണ്ടായിരുന്ന സ്വഹാബിയ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ചിലര് പറയുമല്ലോ, ഓക്ക് ഭയങ്കര ലജ്ജയാന്ന്, ഭയങ്കര നാണം കുണുങ്ങിയ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു വാപ്പ വന്നിട്ട് പറഞ്ഞു കൊടുത്തു, എന്റെ മോന് വല്ലാത്ത ലജ്ജയാ, ഒരു ഭയങ്കര നാണം കുണുങ്ങി എന്നൊക്കെ പറയാറില്ലേ? അപ്പൊ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്ന് പറഞ്ഞപ്പോ മുത്തുനബി പറഞ്ഞത്, അത് പ്രവാചകന്മാരുടെ സുന്നത്ത, വിട്ടേക്കാരാ പറഞ്ഞു. അത് നല്ലതാ, ഇത്തിരി നാണവും മാനവും ഒക്കെ ഉണ്ടാകുന്നത് നല്ലതാ. അതുകൊണ്ട് ഞാൻ പറയുന്നു, എന്റെ പ്രിയപ്പെട്ടവർ, ഔറത്തുകൾ മറച്ചു നടക്ക്, അള്ളാഹുവിനെ ഭയന്ന് ജീവിക്ക്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇന്നത്തെ കാലഘട്ടം, ഇന്നത്തെ സാഹചര്യം, നിങ്ങൾ ഞാൻ പറയുന്ന ഈ വിഷയത്തെ ഇന്നത്തെ സാഹചര്യവുമായി നിങ്ങൾ ചേർത്ത് നോക്ക്. തങ്ങളുടെ പ്രഭാഷണത്തിൽ ഊന്നി ഊന്നി പറഞ്ഞ പല കാര്യങ്ങളതാ. ഇന്നത്തെ കാലഘട്ടം അത്രയും വളരെ മോശമായ രീതിയിൽ നടക്കുന്നു. നാണവും മാനവുമില്ല. ഒരുമിച്ചിരുന്നു കൊണ്ട് ഇംഗ്ലീഷ് പടം കാണുന്ന കാലം. പാപ്പയും ഉമ്മയും മക്കളും ഒരുമിച്ചിരുന്നു കൊണ്ട് ഇംഗ്ലീഷ് പടം കാണുകയാ. ഒരു നാണം തോന്നുന്നില്ലല്ലോ. പണ്ടൊക്കെ ഒരു കോലം, എന്താ റോഡിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റുന്നോ? ഏത് കടയാണെങ്കിലും ഏത് പോസ്റ്റ് ആണെങ്കിലും പണ്ടൊക്കെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു സിനിമാ പോസ്റ്ററിൽ ഒരു പെണ്ണിന്റെ ഔറത്ത് തുറന്നിരിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മുകളിൽ ഒരു വെള്ള പേപ്പർ ഒട്ടിക്കുമായിരുന്നു. ഇന്ന് അതും തുറന്നിട്ടിരിക്കുന്ന കാലമാണ്.
എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം മനസ്സിലാക്കേണ്ടത് ലജ്ജ എന്ന് പറയുന്ന ഒരു ഗുണം, അത് ദീനിന്റെ ഭാഗമായി, ഇസ്ലാമിന്റെ ഭാഗമായി, ഈമാനിന്റെ ഭാഗമാണ്. അതുകൊണ്ട് ആ ലജ്ജ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. കൊണ്ടുവന്നാൽ നമ്മൾ രക്ഷപ്പെടും. ഇല്ലെങ്കിൽ ലജ്ജയില്ലാത്തവൻ എന്ത് പരലോകം, എന്ത് മരണം, എന്ത് ജീവിതം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ട്, മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ രണ്ടാമത്തെ പ്രത്യേകത, ഉസ്മാൻ തങ്ങളെ പോലെ ഭാഗ്യമുള്ള ഒരാളും ഈ ലോകത്തില്ല. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു പേരായിരുന്നു ദുന്നൂറൈൻ, രണ്ട് പ്രകാശത്തിന്റെ ഉടമ. എന്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, ആദം നബി അലൈഹിസ്സലാം, നൂഹ് നബി മുതൽ തുടങ്ങി ഈസാ നബി വരെയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ. ആ പ്രവാചകന്മാർക്ക് പെൺമക്കൾ ഉണ്ടായിരുന്നല്ലോ. ഒരു മകളുള്ളവർ, രണ്ട് മകളുള്ളവർ, പടച്ചവനെ അതിൽ കൂടുതൽ ഉണ്ടായിരുന്നവരുണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് പ്രവാചകന്മാർ. എങ്കിൽ അല്ലാഹുവേ, ഉസ്മാൻ തങ്ങളുടെ രണ്ടാമത്തെ പ്രത്യേകത എന്തെന്നറിയുമോ? ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാർ. ആ പ്രവാചകന്മാരുടെ പെൺമക്കളിൽ 2 പേര് ലോകത്ത് ഒരാളെ വിവാഹം കഴിച്ചിട്ടുള്ളൂ. ഒരു പ്രവാചകന്റെ 2 പെൺമക്കളെ വിവാഹം കഴിക്കാറ് ലോകത്തൊരാൾക്കേ ഭാഗ്യം കിട്ടിയിട്ടുള്ളൂ. ആ ഭാഗ്യവാൻ ആരെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. ദുന്നൂറൈൻ, 2 പ്രകാശത്തിന്റെ ഉടമയെന്ന് ഉസ്മാൻ തങ്ങളെ വിശേഷിപ്പിക്കുന്നത് കൊണ്ടാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ 2 പെൺമക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബി. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ടവരെ, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ 2 പെൺമക്കളെ വിവാഹം കഴിക്കാൻ ഭാഗ്യം കിട്ടിയ സ്വഹാബിയാ. എന്റെ പ്രിയപ്പെട്ടവരാ, ഉസ്മാൻ തങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിന്ന് പഠിക്കേണ്ട കാര്യം എന്തെന്നറിയുമോ? അല്ലാഹുവേ, ബദർ യുദ്ധം നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ. ബദരീങ്ങളെ നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ. ബദർ യുദ്ധത്തിന്റെ മഹത്വം എന്താണെന്ന് മുസ്ലിമിന് അറിയുമല്ലോ. ബദറിന്റെ രണാങ്കണത്തിലേക്ക് സ്വഹാബത്ത് യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുമ്പോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ബദർ യുദ്ധത്തിന് വേണ്ടി തയ്യാറെടുക്കുന്ന സ്വഹാബത്ത് തയ്യാറെടുക്കുമ്പോ ഉസ്മാൻ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് നിന്നിട്ട്, അതാ ഞാനും യുദ്ധത്തിന് വരട്ടെ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, ഉസ്മാൻ, നീ യുദ്ധത്തിന് വരണ്ട. നിന്റെ ഭാര്യ സുഖമില്ലാതെ കിടക്കുകയാണല്ലോ. നിന്റെ പ്രിയപ്പെട്ട ഭാര്യ സുഖമില്ലാതെ കിടക്കുകയാണല്ലോ. അതുകൊണ്ട് ബദർ യുദ്ധത്തിന് വരുന്നതിനേക്കാളും നല്ലത് നീ നിന്റെ ഭാര്യയ്ക്ക് ഖിദ്മത്ത് ചെയ്യലാ. രോഗം പിടിച്ച് കിടക്കുന്ന ഭാര്യയുടെ ചാരത്ത് പോയിരുന്നവളെ നോക്കലാണ്. നീ ബദരീങ്ങളിൽ പങ്കെടുത്ത സ്വഹാബിയാ. നീ ബദരീങ്ങളുടെ കൂട്ടത്തിലുണ്ടെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ യുദ്ധത്തിന് വേണ്ടി സ്വഹാബത്ത് തയ്യാറാകുമ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു കടന്നു ചെന്നപ്പോ പ്രവാചകൻ പറഞ്ഞ മറുപടി, നീ യുദ്ധത്തിന് വരണ്ട, നീ ബദർ യുദ്ധത്തിന് വരണ്ട. രോഗിയായി കിടക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് പോയി ഖിദ്മത്ത് ചെയ്യ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ 2 പെൺമക്കളെ വിവാഹം കഴിച്ചു. ആദ്യം റുഖിയ ബീവിയെ വിവാഹം കഴിച്ചു. അവിടെ നിന്ന് തന്റെ ഭാര്യ മരണപ്പെട്ടു. പ്രവാചകൻ 2ാമത്തെ മകളെയും കെട്ടിച്ചു കൊടുത്തു. പ്രവാചകൻ 2ാമത്തെ മകളെയും കെട്ടിച്ചു കൊടുത്തു. എന്നിട്ട് റസൂലുള്ള പറഞ്ഞ മറുപടി എന്തെന്നറിയോ? ഇനി ഒരെണ്ണം കൂടെ എനിക്കുണ്ടായിരുന്നെങ്കിൽ ആ മകളെയും നിനക്ക് തന്നെ ഞാൻ വിവാഹം കഴിച്ചു തരുമായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. നബി പറയും, എനിക്കിനി ഒരു മോളും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ നിനക്ക് തന്നെ കെട്ടിച്ചു തരും ഉസ്മാൻ. അത്രയും യോഗ്യത നമ്മളോ? ഒന്ന് ആലോചിച്ച് നോക്കിയ, ഒരുത്തം പെണ്ണ് കെട്ടി, ഭാര്യ മരിച്ചുപോയി, പിന്നെ അവന് പെണ്ണ് തന്നെ കിട്ടാറില്ല. നമ്മൾ എന്ത് പറയും? ആദ്യം ഒരു വിവാഹം കഴിച്ചു, തന്റെ ഭാര്യ മരിച്ചുപോയി, പെട്ടെന്ന് മരിച്ചുപോയി, അപ്പൊ പിന്നെ അവന് പെണ്ണ് കെട്ടാറില്ല. ഇനി 2ാമതൊന്നും കൂടെ എവിടെന്നെങ്കിലും കെട്ടി, അതും മരിച്ചു പോയാലോ ഓന് പെണ്ണ് വാഴൂല, പിന്നെ പെണ്ണെ കിട്ടത്തില്ല.
എങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്തു, ഇനി ഒന്നുകൂടെ ഉണ്ടെങ്കിൽ നിനക്കേ ഞാൻ കെട്ടിച്ചു തരും, അത്രയ്ക്കും നീ യോഗ്യനാ. അതായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബജീവിതം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇന്നത്തെ ഭർത്താക്കന്മാര് പഠിക്കണം. നെളിഞ്ഞു നടക്കുന്ന സമൂഹത്തിന്റെ മുന്നിൽ മഹാനാണെന്ന് പറഞ്ഞ് നടക്കുന്ന ഓരോ ഭർത്താവും പഠിക്കണം. എടാ, നിനക്ക് നാട്ടുകാരുടെ മുന്നിൽ നിലയും വിലയും സ്ഥാനവുമുണ്ട്. നാട്ടുകാരുടെ മുന്നിൽ വലിയ സ്ഥാനമുണ്ട്. കൂടെ കിടക്കുന്നവരുടെ മുന്നിൽ നിനക്കൊരു സ്ഥാനവുമില്ല. പിന്നെ നീ ആരാ? നിനക്ക് സ്ഥാനം കിട്ടേണ്ടത് നിന്റെ ഭാര്യയുടെ മുന്നിലാണ്. നിന്റെ ഭാര്യയുടെ മുന്നിൽ നിനക്ക് സ്ഥാനമില്ലെങ്കിൽ പിന്നെ എവിടെ സ്ഥാനം കിട്ടിയിട്ട് എന്ത് കാര്യം? നിങ്ങൾ പഠിക്കേണ്ടത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ബദർ യുദ്ധത്തിന് വരട്ടെ എന്ന് ചോദിക്കുന്ന തന്റെ പ്രിയപ്പെട്ട മകളുടെ ഭർത്താവിനോട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിന്റെ ഭാര്യ സുഖമില്ലാതെ കിടക്കുകയല്ലേ, നിന്റെ ഭാര്യ റുഖിയ സുഖമില്ലാതെ കിടക്കുകയല്ലേ, നീ യുദ്ധത്തിന് വരണ്ട, പോയിട്ട് ഭാര്യയ്ക്ക് ഖിദ്മത്ത് ചെയ്യ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, റക്കപ്പറ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയ്ക്ക് ഖിദ്മത്ത് ചെയ്യാൻ പറഞ്ഞു വിടുകയാ മുത്തുനബി. ഇരിക്കണ ഏത് ഭർത്താവാ ഭാര്യയ്ക്ക് ഖിദ്മത്ത് ചെയ്തിട്ടുള്ള? ജീവിതത്തിൽ ഇന്ന് വരെ അടുക്കളയിൽ കയറിയിട്ട് മീൻ വെട്ടിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു ഭർത്താവ്? പച്ചക്കറി അരിയാറുണ്ടോ? അരി കഴുകിയിട്ടുണ്ടോ? ഇന്ന് വരെ നിന്റെ ഭാര്യയുടെ കൂടെ അടുക്കളയിൽ കയറി ജോലി ചെയ്തിട്ടുണ്ടോ? അതൊക്കെ നാണക്കേടല്ലേ? അടുക്കളയിൽ കയറിയിട്ട് മീൻ വെട്ടുക, ചോറ് വെക്കുക, കറി ഉണ്ടാക്കുക, പച്ചക്കറി അരി, അതൊക്കെ നാണമുള്ള കാര്യമാണോ? അല്ലേ? ആണോ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മാവ് കുഴച്ചിട്ടുണ്ട് അടുക്കളയിൽ പോയിരുന്നിട്ട്. അള്ളാഹുവിന്റെ പ്രവാചകം പാത്രം കഴുകിയിട്ടുണ്ട്. ജീവിതത്തിൽ പാത്രം കഴുകിയിട്ടുള്ള ഭർത്താക്കന്മാര് അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇങ്ങനെ നിങ്ങളുടെയൊക്കെ ഭർത്താക്കന്മാർ അടുക്കളയിൽ വന്ന് ജോലി ചെയ്യാറുണ്ടോ? ആകാശത്ത് നോക്കിയിരിക്കുക അല്ലേ? ഉസ്താദ് ഒന്ന് പറഞ്ഞു കൊടുക്കുന്നു. ആരാ സഹോദര? നമ്മുടെയൊക്കെ ജീവിതം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് വീട്ടിലെ യന്ത്രം വാടകയ്ക്ക് മേടിച്ചുകൊണ്ടിട്ടിരിക്കുക. വീട്ടിലൊരു പണിക്കാരി നിർത്തിയിരിക്കുന്ന അത്ര തന്നെയാ ഭാര്യയുടെ സ്ഥാനം. പലരും രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ യന്ത്രം, ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ കിടന്നുണ്ടാക്കണം, നിനക്കുണ്ടാക്കി തരണം, നിന്റെ ഭർത്താവ്, നിന്റെ മക്കൾക്ക്, നിന്റെ കൂടപ്പുറപ്പിന്, നിന്റെ മാതാപിതാക്കൾക്ക് തുണി കഴുകണം, ബാത്റൂം കഴുകണം, വീട് തൂക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം, ഇങ്ങനെ തിരക്കുകൾ. ഭാര്യയെ പരിഗണിക്കാത്തവർ. അള്ളാഹുവിന്റെ ദീൻ പറയുന്നത് ഭാര്യയെ ആദരിക്കണമെന്നാണ്. തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ആദരിക്കണമെന്ന് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിക്കുന്നത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. ആമീൻ പറ. പെണ്ണ് കെട്ടാത്തവര് പറയണ്ട, കെട്ടിയവര് പറ. വേണമെങ്കിൽ പറഞ്ഞാ മതി. ഇല്ലെങ്കിലേ എടുത്ത് കണ്ടില്ലേ, ഓരോ വാർത്തകൾ കണ്ടില്ലേ? ഒരു മനുഷ്യൻ പട്ടിണി കിടന്നാ മരിച്ചുപോയത്. പെണ്ണും പിള്ളേ മക്കളില്ലാത്ത മനുഷ്യനല്ല. ആലോചിക്കണം നമ്മൾ നല്ലതുപോലെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെ സ്വാലിഹത്തുകളാക്കി തരുമാറാകട്ടെ, സ്വർഗത്തിലും ജോഡികളാക്കി തരുമാറാകട്ടെ. ആമീൻ പറ. ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ഇതാ ബാക്കിയുള്ളവരൊന്നും പെണ്ണ് കെട്ടിയിട്ടില്ല. സ്റ്റേജിൽ ഇരിക്കണവരൊക്കെ പൊക്കിക്കോ. പെണ്ണുപിള്ളമാര് ലൈവ് കാണുന്നുണ്ട്. പോകുമ്പോ ചോദിക്കുക, എല്ലാരും കൈപൊക്കി, നിങ്ങളെന്താ പൊക്കാഞ്ഞെന്ന്. അശ്രവിസ മേടിക്കേണ്ട, കുഴപ്പമില്ല. ഇരിക്കണണ്ടില്ലേ? 10ഉം 40ഉം വയസ്സുള്ള 3ഉം 4ഉം മക്കളുള്ള പല ആണുങ്ങളും കൈവക്കിയില്ല. ഭാര്യ ഇല്ലാഞ്ഞിട്ടല്ല. ഉസ്താദേ, ഓളെ ഇവിടെ തന്നെ സഹിക്കാൻ പറ്റണില്ല, ഇനി സ്വർഗത്തിലും ഉണ്ടോന്ന് ചോദിക്കണേ. നമ്മൾ ചിന്തിക്കണതാ. നമ്മൾ ചിന്തിക്കുന്ന എന്താ? പലരും ചോദിക്കുക, എന്തിനാ ഉസ്താദെ പെണ്ണ് കെട്ടണേ? അല്ലേ? ചെറുപ്പക്കാരൊക്കെ ചോദിക്കാറുണ്ട്, ഈ പെണ്ണുങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, എന്തിനാ ഉസ്താദെ എന്തിനാ ഉമ്മ എന്നെ കെട്ടിച്ചു വിടുന്നേ? എന്തിനാ ഉമ്മ എന്നെ കെട്ടിച്ചു വിടുന്നേ? ഇങ്ങനെ ചോദിക്കണ പെണ്ണുങ്ങളുണ്ട്. അല്ല പറഞ്ഞ എന്തെന്നറിയോ? പെണ്ണ് കിട്ടിയ, പെണ്ണ് കല്യാണം കഴിച്ച എന്ത് കിട്ടുമെന്നറിയോ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്ന വിവാഹം കഴിച്ചാൽ കിട്ടുന്ന പ്രതിഫലം സമാധാനം കിട്ടുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പെണ്ണ് കെട്ടിയ എന്ത് കിട്ടും? കല്യാണം കഴിച്ച എന്ത് കിട്ടും? ഉറക്കപ്പുറം എന്ത് കിട്ടും? സമാധാനം കിട്ടും. എന്നാ ഉസ്താദെ ഞാൻ കല്യാണം കഴിച്ചത്? അന്നത്തോടെ എന്റെ സമാധാനം പോയെന്നാ നമ്മൾ പറയാ. ഞാൻ എന്നാണ് അന്നത്തോടുകൂടി എന്റെ സമാധാനം പോയി. അമിനത്ത, ഈ സാധനം എന്നാണ് എന്റെ കഴുത്തിൽ താലിയിട്ടത്? അന്നത്തോടുകൂടി എന്റെ കാര്യം പോയി. ഖുർആൻ പറയുന്നത് സമാധാനം കിട്ടുമെന്നാണ്. എന്നാൽ ജീവിതം കൊണ്ട് നമ്മൾ പഠിച്ചത് സമാധാനം ഇല്ല എന്നാണ്. എന്തുകൊണ്ടാണ്? ഒരിക്കലും ഖുർആൻ പറഞ്ഞത് തെറ്റാവില്ലല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നത് ഒരിക്കലും തെറ്റൂല. അപ്പൊ നിന്റെ ജീവിതമാ തലതിരിഞ്ഞു പോയത്. സീരിയൽ കാണുന്നത് പോലെ നിന്റെ ജീവിതത്തെ കാണുന്നത്. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ദുനിയാവിന്റെ തൊലിക്ക് മുകളിൽ കുടുംബജീവിതത്തിനെ പോലെ ആനന്ദമുള്ള ഒന്നും ഈ ദുനിയാവിലില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. നമ്മൾ വിചാരിക്കുക ഏറ്റവും വലുത് സ്വർഗമാണ്, ഇല്ലേ?
ഏറ്റവും സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവരൊക്കെ ഒന്ന് കൈവക്കിക്കോ. ഉറങ്ങണ വാപ്പ ചാടി പൊക്കിക്കോ. അരക്കയ്യന്മാരെ ഒന്നും അല്ല അവിടെ കയറ്റത്തില്ല. പൊക്കണമെങ്കിൽ നല്ലതുപോലെ പൊക്കിക്കോ. അല്ല കരുണയുള്ളവനെ ചിലപ്പോൾ ഈ പൊക്കിയതിന്റെ പേര് സ്വർഗം തന്നാലും ഒന്ന് പൊക്കിക്കേ. നിങ്ങളെങ്ങനെ പോണോ? സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ള താത്താമാരൊക്കെ ഒന്ന് കൈവക്കിക്കേ. വടയും മോതിരൊക്കെ ഇങ്ങനെ തരണം കേട്ടോ. അതിപ്പോ കൊണ്ടുപോയിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ. പക്ഷെ അതെങ്കിൽ ഊരി തന്നിട്ട് പൊക്കോ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ആദം നബി അലിഹിസ്സലാമിന് അള്ളാഹു സൃഷ്ടിച്ചു. ഒരു ഭാര്യയും ഭർത്താവും പഠിക്ക്. ആദം നബി അലിഹിസ്സലാമിന് അള്ളാഹു സൃഷ്ടിച്ചിട്ട് ആദം നബിയെ സ്വർഗത്തിലേക്ക് കടത്തിവിട്ടു. ആദം നബി സ്വർഗത്തിലൂടെ ഇങ്ങനെ അടിച്ചു പൊളിച്ചു നടക്കാൻ, തിന്നാനും കുടിക്കാനൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ നടക്കാൻ. അള്ളാന്റെ സ്വർഗത്തിലൂടെ ആദം നബി ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുന്നുണ്ട്. ഓഹ് റബ്ബേ, പറയുമ്പോ തന്നെ കൊതിയാകുന്ന സ്വർഗം. അപ്പൊ ആദം നബി സ്വർഗത്തിലൂടെ ഇങ്ങനെ സുഖിച്ച് നടക്കുന്നുണ്ട്. അപ്പൊ ഒരിക്കൽ നോക്കിയപ്പോ ആദം നബിയുടെ മുഖത്തൊരു സന്തോഷമില്ല. സ്വർഗത്തിൽ കൂടെ നടന്നിട്ട് അള്ളാന്റെ സ്വർഗത്തിലൂടെ നടക്കുന്ന ആദം നബിയുടെ മുഖത്തൊരു സന്തോഷം കാണാതെ വന്നപ്പോ അള്ളാഹു ചോദിച്ചു, അത്രേ ആദവേ, എന്തേ നിനക്ക് പറ്റിയേ? എന്തേ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? അള്ളാഹുവെ, എന്തോ ഒരു കുറവുള്ളതുപോലെ. ആദം നബി പറഞ്ഞ എന്താ? എന്തോ ഒരു കുറവുള്ളതുപോലെ, ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗത്തിൽ പോകണമെന്നാ. കാരണം ഹദീസിലൂടെ ഉസ്താദന്മാര് സ്വർഗം എന്താന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കേട്ടിട്ട് നമ്മൾ ആഗ്രഹിക്കണം. ആദം നബി സ്വർഗത്തിലൂടെ നടന്നു പോയിട്ട് ആദം നബി പറയണ ഒറ്റയ്ക്ക് നടന്നിട്ടൊരു സുഖമില്ല. ഹവ്വാ റളിയല്ലാഹു തആല അൻഹുവിനെ കൊടുത്തപ്പോഴ ആദം നബി പറഞ്ഞു, ഇപ്പോഴാ ഹാപ്പി ആയത്. അപ്പൊ എന്താ പഠിക്കണ്ടേ? എടാ, കൂടെ പെണ്ണും പിള്ള ഉണ്ടെങ്കിലേ അതിലൊരു സന്തോഷമുള്ളൂ. ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ജീവിതത്തിനേക്കാൾ സുഖമുള്ള ഒന്നും ഈ ലോകത്തില്ല എന്ന് ഈ ചരിത്രം പഠിപ്പിക്കുന്നില്ലേ? പിന്നെ ഭാര്യയും ഭർത്താവും അത് അടിയൊക്കെ കൂടും. സ്നേഹമുള്ളിടത്തല്ലേ അടി കൂടത്തുള്ളൂ. അഭിനയിക്കുന്നവർ തമ്മിൽ എന്തടി? ഇവിടെ സ്നേഹമുള്ളിടത്ത് അടി കൂടും, വഴക്കൂടും. അല്ലാണ്ട് ചട്ടിയും കലവാകുമ്പോ തട്ടിയും മുട്ടിയൊക്കെ കിടക്കും. അടിയൊക്കെ ഉണ്ടാകണം വല്ലപ്പോഴും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയും പ്രവാചകനും വഴക്കൂടിയിട്ടുണ്ട്, പിണങ്ങിയില്ലേ? പഠിക്കേണ്ടത് എവിടാ? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ചങ്ങാതി പീഡനം സഹിക്കാൻ പറ്റണില്ല. ഭാര്യയുടെ പീഡനം സഹിക്കാൻ പറ്റണില്ല. അത്രയ്ക്കും പീഡനം സഹിക്കാൻ പറ്റാതെ ഖലീഫയോട് പരാതി പറയാൻ രാത്രി വരിക. ഇശാ കഴിഞ്ഞിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിനോട് തന്റെ ഭാര്യയെ കുറിച്ച് പരാതി പറയാൻ വേണ്ടി ചങ്ങാതി വന്നപ്പോ അവിടെ ബദർ യുദ്ധം നടക്കുക വീടിനകത്ത്. ഉമർ തങ്ങളെ നിർത്തിപ്പൊരിക്കുക ഭാര്യ. ഈ സാധുവായ മനുഷ്യൻ അല്ല പടപേടിച്ച് പന്തളത്ത് പോയപ്പോ പന്തം കൊളുത്തി പറയണ പോലെ ഈ ചങ്ങാതി മിണ്ടാതെ ഇറങ്ങിപ്പോയി. ഉമർ തങ്ങളെ വിളിച്ച്, ഭാഗ്യ വാപ്പ, എന്തെങ്കിലും വന്നിട്ട് തിരിച്ചു? ഒന്നുമില്ല. എന്ത് ചങ്ങായി പറ? എന്റെ ഭാര്യ എന്നോട് കിടന്ന് ചാടുന്നത് പറയാൻ വേണ്ടിയാ ഞാൻ ഇവിടെ വന്നപ്പോ സുബ്ഹാനല്ലാഹ്, അതിനെക്കാളും വലുതാ. മിണ്ടാതെ പോയതാ. നീ പറയുന്ന നിന്റെ ഭാര്യ പാത്രം എറിഞ്ഞു പൊട്ടിച്ചെന്ന് ആയിഷ ബീവി എറിഞ്ഞു പൊട്ടിച്ചില്ലേ? പിന്നല്ലേ നിന്റെ ആമിന. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കറിയും പാത്രം എടുത്ത് എറിഞ്ഞ ഏറ് എവിടെ പോയി കിടന്ന് പൊട്ടിയെ നമുക്കറിയാലോ. ചരിത്രം അങ്ങനെ പറയുന്നത്. നബിയും ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹും പിണങ്ങിയിട്ടില്ലേ? പിണങ്ങും. പക്ഷെ നമ്മുടെ പിണക്കത്തെ പോലല്ല. പിണങ്ങിക്കഴിഞ്ഞാൽ തീർക്കണം. ഒരിക്കൽ പിണക്കം നീണ്ടുപോയെന്നാ ബോറടിക്കണുണ്ടാ? ഒരിക്കൽ ആയിഷ ബീവിയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തമ്മിലുള്ള പിണക്കം നീണ്ടുപോയി. മധ്യസ്ഥ പറയാൻ വേണ്ടി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. ഭാര്യയും ഭർത്താവും പിണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ മധ്യസ്ഥ വേണമല്ലോ. അങ്ങനെ അബൂബക്കർ തങ്ങൾ വീട്ടിലേക്ക് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആയിഷ, നിനക്ക് പറയാനുള്ളതൊക്കെ പറ. പഠിക്കേണ്ടത് ഇവിടെ. നമ്മൾ അങ്ങനല്ല. പെണ്ണുമ്പിള്ളയുടെ വീട്ടുകാർക്ക് സംസാരിക്കാൻ അവകാശമില്ല. കെട്ടിയവന്റെ വീട്ടുകാർ പറയും, പെണ്ണുമ്പിള്ള വീട്ടുകാർ കേട്ടോണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ, ആയിഷ, നിനക്ക് ആദ്യം എന്താ പറയേണ്ടത്? ഈ പറഞ്ഞോളാം. മുത്തുനബി മിണ്ടാതിരുന്നു. ആയിഷ ബീവി പറയാൻ തുടങ്ങി. പക്ഷെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ പറയാൻ പാടില്ലാത്ത എന്തോ ഒരു വാക്ക് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി, ഭർത്താവല്ലേ, വാപ്പയായിരിക്കണത്. ആയിഷ ബീവി നിങ്ങൾ എങ്ങനെയൊക്കെ പറയുന്ന ദേഷ്യം വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയാൻ പാടില്ലാത്ത എന്തോ ഒരു വാക്കങ്ങോട്ട് പറഞ്ഞു. അബൂബക്കർ തങ്ങൾക്ക് സഹിച്ചില്ല. മുത്ത് നബിയാ പറഞ്ഞേ. ചാടി എഴുന്നേറ്റിട്ട് കൊടുത്തു ആയിഷ ബീവിയുടെ മുഖം നെടുവരണം. വാപ്പയാ,
ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പ്രവാചകനോട് ആ ദേശി ഇങ്ങനെ പരാതി പറയുമ്പോ എന്തോ ഒരു വാക്ക് പറഞ്ഞു പോയി. ചാടി എഴുന്നേറ്റിട്ട് കൊടുത്തു. ആയിഷ ബീവിയുടെ മുഖത്തടിച്ചു. ആയിഷ ബീവിക്ക് പടച്ചോൻ അതിനേക്കാളും സങ്കടം. ഭർത്താവിന്റെ മുന്നിൽ വെച്ച് വാപ്പ തല്ലി. എന്തൊരു വേദന! ആയിഷ ബീവി കരയാൻ തുടങ്ങി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കരയാൻ തുടങ്ങി. ദിവസം 2 ദിവസവും 3 ദിവസമായി മുത്തുനബി പിണങ്ങിയിട്ട് തന്റെ ഭാര്യ കരയുന്നത് കണ്ടപ്പോ ആ പിണങ്ങിയിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആയിഷ ബീവിയെ കെട്ടിപ്പിടിച്ചിട്ട് അബൂബക്കർ തങ്ങളോട് ചോദിച്ചു, മധ്യസ്ഥ പറയാമെന്നാ മധ്യസ്ഥ പറയണേ, എന്റെ പെണ്ണുമ്പിള്ളത്തല്ല നിന്നോട് ആരാ പറഞ്ഞ? പോയി. അതാ എടാ, മധ്യസ്ഥ പറയാമെന്നാ മധ്യസ്ഥ പറയണേ, എന്റെ ഭാര്യത്തല്ല നിനക്ക്. വാപ്പ അതൊക്കെ വീട്ടിൽ, വാപ്പയും മകളൊക്കെ വീട്ടില്, എന്റെ ഭാര്യത്തല്ല. ഇതാ ഭാര്യയുടെ കണ്ണ് നിറഞ്ഞ തീരണം നമ്മുടെ വാശിയും വൈരാഗ്യവും. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഇതങ്ങനല്ല. പിണങ്ങിക്കഴിഞ്ഞാൽ പറയും, എഴുന്നേക്കാൻ പോലും പറ്റാത്ത ഭർത്താവിന്റെ വാപ്പ വരെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കും. ഇന്നലെ വരെ ചക്കരയും മുത്തുമായി കിടന്ന ഭാര്യയും ഭർത്താവും എന്തെങ്കിലും പറഞ്ഞു പിണങ്ങിക്കഴിഞ്ഞ പിന്നെ കേസ് ഭർത്താവ് പീഡിപ്പിച്ചു എന്നല്ല, നേരെ നിൽക്കാൻ പറ്റാത്ത വാപ്പ കയറി പിടിച്ചു എന്ന് കേസ് കൊടുക്കുന്ന കാലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഞാൻ പറഞ്ഞു വന്നത് അതൊന്നുമല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ 2 പെൺമക്കളെ വിവാഹം കഴിച്ച ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു ഭാര്യമാരുമായിട്ടുള്ള ബന്ധം അങ്ങനെയായിരുന്നു. തന്റെ ഭാര്യയോടുള്ള കടമകളും കടപ്പാടുകളും പാലിക്കുന്നു. അതുകൊണ്ട് തന്നെ ആ വാപ്പയായ പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട പൊന്നുമകളെ തന്റെ പ്രിയപ്പെട്ട പൊന്നുമോളെ ഭർത്താവ് നല്ല രീതിയിൽ നോക്കുന്നത് കണ്ടപ്പോൾ അതാ ആദ്യത്തെ മകള് മരണപ്പെട്ടു. 2ാമത്തെ മകളെയും വിവാഹം കഴിച്ചു കൊടുക്കുകയാ. 2ാമത്തെ മകളെയും വിവാഹം കഴിച്ചു കൊടുത്തു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞതെന്തെന്നറിയോ? ഇനി ഒരെണ്ണം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഉസ്മാനേ, നിനക്ക് തന്നെ ഞാൻ വിവാഹം കഴിച്ച് തരുമായിരുന്നു. ഇങ്ങനെ ഒരു വാപ്പ തന്റെ മരുമകനെ നോക്കിയിട്ട് പറയണമെങ്കിൽ, അല്ലാഹുവേ, ഇതുപോലെ ഒരു പെണ്ണിന്റെ വാപ്പ തന്റെ പ്രിയപ്പെട്ട മരുമകനെ നോക്കിയിട്ട് പറയണമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ടവരെ, അവരുടെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന് ചിന്തിച്ചു നോക്ക്. ഇത് ഭാര്യയല്ല പറയുന്നത്, നാട്ടുകാരല്ല പറയുന്നത്, ഭർത്താവിന്റെ കുടുംബക്കാരല്ല പറയുന്നത്, ഒരു പെണ്ണിന്റെ വാപ്പയാണ് പറയുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്ന, കുടുംബജീവിതം കളിക്കാറുള്ളതല്ല, തല്ലി തീർക്കാറുള്ളതല്ല, അത് സ്നേഹിക്കാറുള്ളതാണ്, പരസ്പരം സ്നേഹിച്ച് തീർക്കാറുള്ളതാണ്. അല്ലാഹുവേ, ഞങ്ങളെ കുടുംബസമേതം നീ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. വഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായികി മുത്തഖിയൂൻ ലഹും ഫീഹാ ഫാകിഹതു വലഹും മാ യദ്ദഊൻ. അല്ലാഹുവേ, സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുന്ന കുടുംബത്തിൽ പെടുത്തണേ അല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ജീവിതത്തില് 2ാമത്തെ ഗുണമെന്തെന്നറിയോ? ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാരുടെ പെൺമക്കളിൽ നിന്ന് 2 പേര് വിവാഹം കഴിച്ച ലോകത്തെ ഏക വ്യക്തി മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുമാണ്. 3ാമത്തെ ഗുണമെന്തെന്നറിയോ? ഒരുപാട് സമ്പത്ത് ഉണ്ടായിരുന്ന സ്വഹാബിയ, അല്ലാഹു ഒരുപാട് സമ്പത്ത് കൊടുത്ത സ്വഹാബിയ. അല്ലാഹു കൊടുത്തത് അല്ലാഹുവിന് ഇഷ്ടമുള്ള വഴിയിൽ കൊടുക്കാൻ ഉസ്മാൻ തങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു. സദക്ക എന്ന് പറഞ്ഞാൽ ജീവനായിരുന്നു, സദക്ക കൊടുക്കാൻ വല്ലാത്ത ആർത്തിയായിരുന്നു. ഒരിക്കൽ അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെന്ന് പറഞ്ഞു, സ്വഹാബ, അല്ലാഹുവിന്റെ ദീനിന് അല്പം സമ്പത്തിന്റെ ആവശ്യമുണ്ട്. യുദ്ധത്തിന് വേണ്ടി പോകാൻ തയ്യാറെടുക്കുകയാണ്. ആരാണ് സഹായിക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകന് മസ്ജിദ് നബവിയിൽ ഇരുന്നു കൊണ്ട് സദഖ കൊടുക്കുമ്പോ, യാ റസൂലല്ലാഹ്,
അല്ലാഹുവിന്റെ നബിയേ 100 ഒട്ടകങ്ങളും ആ ഒട്ടകങ്ങളുടെ മുകളിൽ വെക്കുന്ന കട്ടിലും ഞാൻ തരാ നബിയേ 100 ഒട്ടകങ്ങൾക്കും അതിനാവശ്യമുള്ളതും ഞാൻ തരാ നബിയേ അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഉസ്മാൻ തങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ് എന്നിട്ട് ചോദിച്ചു ഇനി ആരാ ഉള്ളത് അനയാ റസൂലല്ലാഹ് 200 എണ്ണം കൂടെ തരാ നബിയേ ആദ്യം തന്ന 100 കൂട്ടാതെ 200 ഒട്ടകങ്ങളെ കൂടെ ഞാൻ തരാ നബിയേ ഉസ്മാൻ തങ്ങൾ എഴുന്നേറ്റ് പറയുമ്പോ രണ്ടാമതും അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ദുആ ചെയ്യുകയാ എന്നിട്ട് ചോദിച്ചു സഹാബാ ഇനി ആരാ ഉള്ളത് അല്ലാഹുവിന്റെ ദീനിനെ സഹായിക്കാൻ അനയാ റസൂലല്ലാഹ് 300 എണ്ണത്തിന് തരാ നബിയേ ആദ്യം 100 പറഞ്ഞു പിന്നെ 200 പറഞ്ഞു പിന്നെ 300 പറഞ്ഞു സഹാബത്ത് പറയുകയാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ അങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്നെങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു കൊണ്ടിരുന്നെങ്കിൽ തന്റെ സമ്പാദ്യം മുഴുവനും തീരുന്നത് വരെ കൊടുക്കുമായിരുന്നു ഉസ്മാൻ തങ്ങൾ അതാ നമ്മളോ അന്ന് പള്ളി പെയിന്റ് അടിച്ചപ്പോ തന്നില്ലേ അന്ന് കോളേജ് പണിതപ്പോ തന്നില്ലേ ഇനിയില്ല ഒരു വട്ടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കൊടുക്കാറില്ല അത് പറഞ്ഞു പറഞ്ഞ് കുറെ കാലം നീട്ടും ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അങ്ങനെ ആയിരുന്നില്ല അല്ലാഹുവിന്റെ പ്രവാചകൻ തബൂക്ക് യുദ്ധമാണെന്ന് തോന്നുന്നു ഏതോ ഒരു യുദ്ധത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സദക്ക ചോദിച്ചപ്പോ ഉസ്മാൻ തങ്ങൾ ചാടി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു 950 ഒട്ടകങ്ങളെ ഞാൻ തരാ നബിയെ സുബ്ഹാനല്ലാഹ് ഇന്നൊക്കെ തന്നെ ഒരു ഒട്ടകത്തെ വാങ്ങണേ എത്ര കാശ് വേണം ഹജ്ജിനും ഉംറയ്ക്കും പോകുമ്പോഴൊക്കെ വാങ്ങാൻ നിൽക്കുമല്ലോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു 950 ഒട്ടകങ്ങളെ ഞാൻ തരാം 50 കുതിരകളെ തരാം 10000 സ്വർണ്ണ നാണയം ഞാൻ തരാ നബിയെ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹു കൊടുത്ത സമ്പത്ത് കൊടുക്കാൻ അല്ലാഹുവിന്റെ ദീനിന് കൊടുക്കാൻ ഒരു മടിയുമില്ല നമ്മൾ ഇന്ന് മദീനത്ത് പോകുമ്പോൾ ബിർ ഉസ്മാൻ എന്ന് പറഞ്ഞൊരു കിണർ കാണാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ സ്വഹാബത്ത് വന്നിട്ട് പറഞ്ഞു നബിയേ വെള്ളം കോരാൻ സമ്മതിക്കുന്നില്ല ജൂതൻ മുസ്ലിമീങ്ങളെ വെള്ളം കോരാൻ സമ്മതിക്കുന്നില്ല അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ സ്വഹാബത്ത് വന്നു പരാതി പറഞ്ഞപ്പോ ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു എഴുന്നേറ്റ് ആ മനുഷ്യനെ തേടി പോയി ആ മനുഷ്യന്റെ അടുക്കൽ പോയിട്ട് ചോദിച്ചു കൊടുക്കുമോ കിണർ 35,000 വരുന്ന വെള്ളി നാണയം എണ്ണി ആ മനുഷ്യന്റെ മുന്നിൽ വെച്ചു കൊടുത്തു എന്നിട്ട് വന്നു പറഞ്ഞു നബിയേ കിണർ വാങ്ങി നബിയേ ആര് വേണമെങ്കിലും കോരി കുടിച്ചോ മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു മക്കത്തും മദീനത്തും മസ്ജിദുൻ നബവിക്ക് വേണ്ടിയും എന്തിനാ പരിശുദ്ധമായ കഅബാലയം ആ കഅബാലയത്തിന്റെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആ കഅബാലയം വിപുലീകരിക്കുന്നതിന് വേണ്ടി സ്ഥലം വേണമായിരുന്നു മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അറബികൾ ചോദിച്ച പൈസ കൊടുത്തിട്ടാണ് വാങ്ങിച്ചു കൊടുത്തത് എന്റെ പ്രിയപ്പെട്ടവരെ സദക്ക കൊടുക്കാൻ വല്ലാത്ത ഒരു മനസ്സ് അല്ലാഹു കൊടുത്തിരുന്ന ഒരു വല്ലാത്തൊരു മനസ്സായിരുന്നു ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു അല്ലാഹു കൊടുത്ത സമ്പത്ത് വാരിക്കോരി കൊടുക്കാൻ അത് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല അത് എല്ലാവർക്കും അല്ലാഹു കൊടുക്കുന്ന ഒരു ഭാഗ്യമല്ല സദക്ക കൊടുക്കാനുള്ള ഭാഗ്യം അതൊരു വല്ലാത്ത അനുഗ്രഹമാണ് എന്റെ പ്രിയപ്പെട്ടവരെ ചിലപ്പോൾ കോടീശ്വരനതിനുള്ള ഉണ്ടാകണമെന്നില്ല എത്രയെത്രയോ കോടീശ്വരന്മാരെ കാണാ പള്ളിക്കും മദ്രസകൾക്കും പാവങ്ങൾക്കും യതീമീങ്ങൾക്കും രോഗികൾക്കും വേണ്ടി ചോദിക്കുമ്പോ എന്തെങ്കിലും നക്കാപ്പിച്ചതെന്ന് പറഞ്ഞു വിടുന്ന എത്രയോ സമ്പന്നന്മാരെ അറിയാ എന്റെ പ്രിയപ്പെട്ടവരെ വയലിന്റെ സദസ്സുകളില് പിരിവെടുക്കുമ്പോൾ എന്തെങ്കിലും പള്ളിക്കും മദ്രസയ്ക്കും വേണ്ടി ചോദിക്കുമ്പോ അതാ ലക്ഷങ്ങളുള്ളവനും മിണ്ടാതെ ഇരിക്കുമ്പോ നിങ്ങളൊക്കെ കാണുന്നവരല്ലേ വയലിന്റെ സദസ്സിൽ ഏതെങ്കിലും പെണ്ണുങ്ങൾ ഇങ്ങനെ ഇരിക്കുകയാണ് അച്ഛനെ ചെവിയിലും കയ്യിലും കാലിലുമെല്ലാം ഒരുപാട് സ്വർണ്ണമിട്ടുകൊണ്ട് മിണ്ടാതിരിക്കുമ്പോ അല്ലാഹുവേ വാടക വീട്ടിൽ കിടക്കുന്ന പെങ്ങൾ തന്നെ മോതിരമൂരി തരുന്ന ഉസ്താദേ വാടക വീട്ടിലാണ് സ്വന്തമായിട്ടൊരു വീട് കെട്ടാ ദുആ ചെയ്യടേ ഉസ്താദേ ലക്ഷങ്ങളുടെ കടമുണ്ട് ദുആ ചെയ്യുന്നതിന് വേണ്ടി ഒരു മോതിരം പടച്ചവനെ അതൊരു മനസ്സാണ് പെങ്ങള് അതൊരു മനസ്സാണ് പെങ്ങള് സദഖ കൊടുക്കാൻ എല്ലാവരെ കൊണ്ടും പറ്റില്ല
പറ്റില്ല. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്കേ കഴിയൂ. കാരണം പൈസ ഉണ്ടെന്ന് പറഞ്ഞ് കൊടുക്കാനുള്ള മനസ്സുണ്ടാകണമെന്നില്ല. മനസ്സ് കൊടുക്കുന്നത് ആരെന്നറിയോ? അത് പടച്ചറപ്പാ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, ഒരു മനുഷ്യന് സദഖ കൊടുക്കാൻ തീരുമാനിച്ചാൽ 50 ലക്ഷമല്ല, 50,000 അല്ല, 5000 അല്ല, 500 അല്ല, 5 രൂപയല്ല, 1 രൂപ ഏതെങ്കിലും ഒരു മനുഷ്യന് സദഖ കൊടുക്കാൻ തീരുമാനിച്ചാൽ 70 ശൈത്താൻ കയ്യിൽ പിടിക്കുകയാ. 70 ശൈത്താന്മാര് കയ്യിൽ പിടിക്കുകയാ. കൊടുക്കല്ലേ കൊടുക്കല്ലേ. 70 ശൈത്താന്മാരെ കയ്യിൽ പിടിച്ചിട്ട് തടയുകയാണ്. 70 പേരെ പരാജയപ്പെടുത്തിയാലേ 1 രൂപ സദഖ കൊടുക്കാൻ കഴിയൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ പറഞ്ഞു തരുമ്പോ, അല്ലാഹു കൊടുത്ത സമ്പത്ത് മുഴുവനും അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കാൻ മനസ്സ് കാണിച്ച സ്വഹാബിയാണ് ഉസ്മാൻ തങ്ങൾ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഗുണമാണ് നമുക്കും വേണ്ടത്. നമ്മളാണെങ്കിലോ പഠിച്ചവനെ ബക്കറ്റ് എടുക്കുന്ന സമയത്ത് ഇറങ്ങി ഓടാൻ കാത്തിരിക്കുന്നവരാണ്. ബക്കറ്റ് മുന്നിലേക്ക് കടന്നു വരുമ്പോ ഉറക്കം നടിക്കുന്നവരാ നമ്മളിൽ പലരും. പഠിച്ചവര് പള്ളിക്ക് വേണ്ടി ചോദിക്കുമ്പോ ചോദിക്കാ തുടങ്ങിയാ പിന്നെ ഇറങ്ങി ഓട്ടമാണ്. തുടങ്ങിയെന്ന് പറഞ്ഞ് കളിയാകുകയാണ്. നമ്മളാ കൂട്ടത്തിൽ പെടരുത് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്. അതുകൊണ്ട് സദഖ കൊടുക്കുന്ന ഒരു നല്ല ഗുണമുണ്ടല്ലോ നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരണേ. അല്ലാഹു നിനക്ക് തന്നതിൽ നിന്നൊരൽപ്പം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്കണേ. നിങ്ങൾ വിചാരിക്കുമോ കൂട്ടിവെച്ചാ കൂടുമെന്ന്? ആരാ പറഞ്ഞത് കൂട്ടിവെച്ചാ കൂടുമെന്ന്? കൊടുത്താ തീർന്നു പോകുമെന്ന് ഭയക്കുന്ന മുസ്ലിമേ, കൊടുത്താ കുറഞ്ഞു പോകുമെന്ന് പറയുന്നവരുണ്ടല്ലോ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. കൊടുത്താ കുറഞ്ഞു പോകണമെങ്കിൽ മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാമിന്റെ കാലിട്ടടിച്ച സ്ഥലത്ത് നിന്നാണല്ലോ സംസം വെള്ളമുണ്ടായത്. എന്റെ പ്രിയപ്പെട്ടവരെ, എത്രയോ കൊല്ലങ്ങൾ കൊണ്ട് ജനങ്ങൾ സംസം വെള്ളം കുടിക്കുന്നുണ്ട്. എന്തേ തീരാത്തത്? എന്തേ തീരാത്തത്? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീട്ടിലെ കിണറുണ്ടല്ലോ, ആ കിണർ 1 മാസം വെള്ളം കോരാതെ അടച്ചിട്ട് നോക്ക്. കൊടുത്താൽ കുറഞ്ഞു പോകുമെങ്കിൽ ഞാൻ പറയുന്നത്, നിങ്ങളുടെ വീട്ടിലെ കിണറ്റിൽ നിന്ന് ഇനി 2 മാസം വെള്ളം കോരണ്ട. നിറയുവോ? നിറയൂല, നിറയാറില്ല. പക്ഷെ നിങ്ങൾ കോരുന്നതിനനുസരിച്ച് അല്ലാഹു നിങ്ങൾക്ക് തന്നുകൊണ്ടിരിക്കും. കൊടുക്കുന്നതിനനുസരിച്ച് ഇന്ന് വരെ ഒരു മനുഷ്യനും സദഖ കൊടുത്തിട്ട് ഫക്കീറായിട്ടില്ല. അല്ലാഹു കൊടുത്ത സമ്പാദ്യം മുഴുവനും അള്ളാന്റെ ദീനിന് വേണ്ടി ചെലവഴിച്ച് ദരിദ്രനായി പോയ ആരുമില്ല. അല്ലാഹു കൊടുക്കുന്നതിനനുസരിച്ച് അല്ലാഹു വാരിക്കോരി കൊടുക്കും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു ഈമാൻ നൽകും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബക്കറ്റിട്ട് മക്കളെ, ഇറങ്ങി ഓടേണ്ടവർ ഓട്, ഉറക്കം നടിക്കേണ്ടവർ ഉറക്കം നടിക്ക്, ആകാശം നോക്കി നക്ഷത്ര എണ്ണേണ്ടവർ എണ്ണിക്കോ. അല്ലാഹു തന്ന സമ്പത്ത് അസ്സദഖത്തു റദ്ദുൽ ബലാ. സദഖ വിപത്തിനെ തട്ടിമാറ്റും. നിന്റെ പൈസ അല്ലാഹ്ക്ക് വേണ്ട. നീ ഓസിന് 5 നയാ പൈസ കൊടുക്കണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന് കൊടുത്താലുള്ള നേട്ടം നിനക്ക് തന്നെ, അല്ലാഹ്ക്കല്ല. നിങ്ങൾ ആരെങ്കിലും അല്ലാഹു തന്ന സമ്പത്ത് പടച്ചവന് കൊടുക്കാനുള്ള മനസ്സ് കാണിച്ചാൽ അതിന്റെ പ്രതിഫലം നിനക്ക് തന്നെ. ക്യാൻസർ വന്നതിന് ശേഷം അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന് ചില അടിമകളുണ്ട്. ആ അടിമകൾ രോഗം വന്ന സദഖ കൊടുത്തിട്ട് ചികിത്സിക്കും. അല്ലാഹുവിന് ചില അടിമകളുണ്ട്, അവര് രോഗത്തെ ചികിത്സിക്കുന്നത് സദഖ കൊടുത്തിട്ടാ. നമ്മളോട് ചോദിക്കും, പള്ളിക്കതാ മദ്രസയ്ക്കതാ? ഇല്ലുസ്താദെ, ഇല്ലുസ്താദെ, ഇല്ലുസ്താദെ. ഒന്നുമില്ല ഉസ്താദെ. ഒന്ന് ഛർദിച്ചു, അല്ലെങ്കിൽ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുഴ വന്നു, ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ആണോ എന്നറിയാ, ഒന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ നീ 2000 നോട്ട് വായിട്ട് പള്ളിയിൽ വരും. ഉസ്താദെ ദുആ ചെയ്യ്. അപ്പോഴാ വരണ്ടേ? ഗൾഫിലാണല്ലോ ഭർത്താവ് ലക്ഷം അയച്ചു തരുന്നുണ്ടല്ലോ, പള്ളിക്ക് വല്ലതും കൊണ്ട്. ഒന്നുമില്ല ഉസ്താദെ, ഒന്നുമില്ല ഉസ്താദെ. അറബി പറഞ്ഞു, എന്നാ നീ വീട്ടിൽ പൊക്കോ. അറബി പറഞ്ഞു, എന്നാ ഈ മാസം കഴിഞ്ഞ അപ്പ വരും. ഒന്നുമില്ലാത്ത നീ എന്തിനെ പിടിക്കണേ? എന്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ഒരു നല്ല ലക്ഷ്യമാണ് ഈ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അള്ളാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്നൊരൽപ്പം ഇൻഷാ അല്ലാഹ് അള്ളാഹു നിങ്ങൾക്ക് തന്നതിൽ നിന്നൊരൽപ്പം അൽഹംദുലില്ലാഹ്. പടച്ചവനെ, മാരകമായ അറുത്തു മുറിക്കുന്ന രോഗങ്ങളെ തൊട്ട് എന്നെയും എന്റെ കുടുംബത്തെയും നീ കാക്കണേ അല്ലാ. 18 കോടി രൂപയല്ലായിരുന്നു ഒരു ഇഞ്ചക്ഷന് വേണ്ടത്. നിന്റെ കുടുംബം വിറ്റുപറക്കിയാൽ പോലും പൈസ ഉണ്ടാകുമോ?
നീ നിന്റെ ആയുഷ്കാലം മുഴുവനും സമ്പാദിച്ചത് മുഴുവനും വിറ്റ് ചികിത്സിച്ചാ മാറാത്ത ഒരു രോഗം അല്ലാന്ന് നീ എന്ത് ചെയ്യും ആമിന? അതുകൊണ്ട് അള്ളാഹു തന്നത് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുക്ക്. എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു സദക്ക. മക്കളെ ഓടല്ലേപ്പാ, മുത്തല്ലിങ്ങൾ ബക്കറ്റും കൊണ്ട് ഓടണ്ട. നിങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ കിട്ടുന്ന അവസരം. സമാധാനത്തിൽ നിന്ന് പേടിച്ചോ. ആരും ബക്കറ്റിൽ നിന്ന് കൈയിട്ട് വരല്ലേപ്പാ. 100 രൂപ എടുത്ത് ബക്കറ്റ് ഇടും. 90 നിനക്കും 10 അള്ളാഹിക്കും. ആ പണി കാണിക്കല്ലേ.